നമ്മുടെ പായിപ്പാട് മല്ലപ്പള്ളി. ഇവിടുന്ന് ഞാൻ പയ്യെ തേക്കും. ബോർഡിലൂടെ കാണാമല്ലോ. ഇവിടെ നല്ല സ്ട്രെസ് നടപ്പാൻ പറ്റിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നീണ്ട ഒരു ഇറക്കുക. ഇത് കഴിഞ്ഞിട്ട് വലിയൊരു കയറ്റമുണ്ട്. ഇത് നല്ല രസമാണ് നടക്കാനായിട്ട്. കണ്ടോ, ആഹാ, നല്ല ഡീപ്പ്. ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം നല്ലൊരു കയറ്റം. ഇതാ ഞാൻ പറഞ്ഞ കയറ്റം. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. ഈ കയറ്റത്തിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ മാർത്തോമ കോളേജിൻ്റെ ഗ്രൗണ്ടും മാർത്തോമ കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റുമാണ് നമ്മളെത്തുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഇത് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വാക്കിങ്ങിൻ്റെ ഒരു പീക്ക് എന്ന് പറയത്തില്ലേ, ആ ഒരു പീക്ക് പോയിൻ്റ് എത്തും. കണ്ടോ, ഞാൻ തന്നെ കാണിക്കുന്നുണ്ടല്ലേ, നല്ല രസമാണ്. ഈ ഒരു പോയിൻ്റാണ് ഞാൻ നടക്കുമ്പോഴത്തേക്കും എനിക്കൊരു കംപ്ലീറ്റ്നെസ് വരുന്നത്. ഈ ഒരു പോയിൻ്റ് നമ്മുടെ പോയിൻ്റ് എത്തി. നമ്മുടെ ഗ്രൗണ്ടാണ്. ഞാനിപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചള്ളയാണ്. അപ്പം നടക്കാനായിട്ട് ഭയങ്കര പാടാണ്. കഴിഞ്ഞു 30 മിനിറ്റ്സിൻ്റെ ടൈം ഞാൻ വെച്ചത്, അതും തീർന്നു. ഇവിടെ നിന്ന് ഇപ്പം ഇതാ നമ്മുടെ ഡയറക്ടർ ബ്ലസ്സിയുടെ ഫ്ലാറ്റാണിത്. പുള്ളിയും ആർട്ടിക് ഗ്രൂപ്പും കൂടെ തമ്മിലുള്ള MOUവിൽ കൺസ്ട്രക്ട് ചെയ്ത ഫ്ലാറ്റാണ്. കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം എല്ലാം ഫുള്ളി ഓക്യുപ്പൈഡായെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ബ്ലസ്സിയുടെ വീട് കാണട്ടെ. ബ്ലസ്സിയുടെ വീട് ആണ് ഇത്. ബ്ലസ്സിയുടെ വീട് അതെ, ഞാനിപ്പോൾ നടന്നു പോകുന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന ബ്ലസ്സിയുടെ വീടാണ്. നമ്മുടെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് വേണമെന്ന് പറയാനായിട്ട് ഇതാണ് നമ്മുടെ ബ്ലസ്സിയുടെ വീട്. ഇവിടുന്ന് ഒരു 5 വീട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വീടെത്തും. ഞാൻ ഈയിടെ ബ്ലസ്സിനെ കണ്ടായിരുന്നു. എവിടെ വെച്ചാണെന്നറിയോ, നമ്മുടെ മുടി വെട്ടാൻ പോയപ്പോഴത്തേക്കും. പിന്നെ ഞാനൊന്ന് കണ്ട് പരിചയപ്പെട്ടായിരുന്നു. കുഴപ്പമില്ല. പുള്ളി ഓൾറെഡി ഇവിടെ നടക്കാൻ പോകുന്ന സമയത്ത് പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ പിള്ളേരല്ല വീടല്ലേ എന്ന്. അപ്പോൾ എന്തായാലും പുതിയൊരു ലേബലും കിട്ടി. ഈ ഏരിയയിൽ വേറെ പിള്ളേരും ഒന്നുമില്ല, എല്ലാം പ്രായമുള്ള ആൾക്കാരും അവരൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. അപ്പം ഞങ്ങളുടെ ബഹളമാണ് ഈ ഏരിയയിൽ. അത്യാവശ്യം ഞങ്ങളുടെ പിള്ളേരുടെ ബഹളം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ നടയിലോട്ട് അവസാനിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കൂടി പള്ളിയിലോട്ട് പോകാനായിട്ട് റെഡിയാവണം. നമ്മുടെ 6:30 അവിടെ കുർബാന മുത്തൂർ പള്ളിയിൽ. ഞാൻ എന്തായാലും ഇത്രയായല്ലോ, വീടും കൂടെ എത്തിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ മർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ കാണിച്ചായിരുന്നല്ലോ. അവിടെ മറ്റേ പിള്ളേരെല്ലാം പഠിക്കുന്നത്, 4 പിള്ളേർ അവിടെ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഞങ്ങളുടെ സമാപനത്തിലോട്ട് എത്തുന്നു. നമ്മുടെ വീട്ടിലോട്ട് കയറുന്നു. ബൈ.